പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓപ്പോ റെനോ 9 സീരീസിലുള്ള 9ഉം 9 പ്രോ 5G ഉണ്ട്. സോ ഈ രണ്ട് ഡിവൈസുകളും ഇന്നത്തെ വീഡിയോയിലൂടെ അൺബോക്സ് ചെയ്തതിന് ശേഷം രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെയും ഒരു ചെറിയൊരു കമ്പാരിസൺ വീഡിയോ ആണിത്. സോ ആദ്യം തന്നെ ഓപ്പോ റെനോ 9 പ്രോ അൺബോക്സ് ചെയ്യാം. സോ അതിനകത്ത് നമുക്കൊരു ഹാർഡ് കോർ സിലിക്കൺ കേസ് പ്ലസ് കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ടോപ്പ് ഷെല്ലിൽ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു 67 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ കാണാനായിട്ട് പറ്റും. ഇത് ടൈപ്പ് എ ടു ടൈപ്പ് സി പോകുന്ന ഒരു കേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ടൈപ്പ് സി ടു ടൈപ്പ് സി അല്ല, അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. സോ ഇനി നമുക്ക് നേരെ നമ്മുടെ ഓപ്പോയുടെ റെനോ 9 5Gയിലേക്ക് പോകാം. സോ അതിന് മുന്നേ ആയിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ റെനോ 9 പ്രോ പ്ലസ് ഉണ്ട്. അതിൻ്റെയും കൂടെ ചെറിയ കമ്പാരിസണും കൂടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഓപ്പോ റെനോ 9 5G അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തതിന് ശേഷം ബോക്സിൻ്റെ അത് എന്തൊക്കെയുണ്ടെന്നും ബാക്കി വിശേഷങ്ങൾ നമുക്ക് നോക്കാം. സോ ഈ ഒരു സെയിം ബോക്സിംഗ് പാക്കേജ് ആയിരിക്കും ഇവിടെ 2023 പുതിയൊരു ബോക്സിംഗ് പാക്കേജ് ഡിസൈനാണിത്. സോ ഈ ഒരു സെയിം ഡിസൈൻ ആയിരിക്കാം മേ ബി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നതെന്നാണ് കറൻ്റിലുള്ള ലീക്സ് ആൻഡ് റൂമേഴ്സ് പറയുന്നത്. സോ എന്തായാലും നമുക്ക് കാത്തിരിക്കേണ്ടത് തന്നെ ഇരിക്കുന്നു. സോ എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബോക്സിനകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. സോ ആദ്യം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഇരിപ്പുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടിപ്പിക്കലി നമ്മുടെ ബോക്സിൻ്റെ അകത്ത് നേരത്തെ കിട്ടിയതുപോലെ തന്നെയുള്ള സാധനങ്ങളാണ് ഇവിടെയും ഉള്ളത്. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. സോ ഇതാണ് നമ്മുടെ ഓപ്പോയുടെ റെനോ 9 പ്രോ ആൻഡ് തൊട്ട് താഴെ ഇരിക്കുന്നത് 9 പ്രോ 5G. സോറി, വെറും 9 5G ആണ്. സോ ഈ ഒരു ബ്ലാക്ക് കളർ ഇരിക്കുന്ന സ്മാർട്ട് ഫോണാണ് 9 പ്രോയും മറ്റേത് 9 5G ആണ്. അത് ജസ്റ്റ് ശ്രദ്ധിക്കുക, കാരണം ഈ ഒരു വീഡിയോയിൽ എൻ്റയർലി പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ വളരെ സ്ലിംലെസ് ആയിട്ടുള്ള ഡിസൈനാണ്. രണ്ട് സ്മാർട്ട് ഫോണിൻ്റെ മുകൾ ഭാഗം ഒരു ബോക്സ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമ്മുടെ റെനോ 9 നോക്കുകയാണെങ്കിൽ ബാക്കിലായിട്ട് നമുക്കൊരു ഗ്ലാസ് ഫിനിഷാണ്, ഒരു ഗ്ലോസി പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ആൻഡ് റെനോ 9 പ്രോയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ മാറ്റ് പ്ലസ് ഗ്ലാസ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു നല്ല കിടിലൻ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ കുറച്ച് ഗ്ലേസിനെസ് ആയിട്ടുള്ളൊരു ഫിനിഷും കൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് രണ്ട് സ്മാർട്ട് ഫോണിൽ നമുക്ക് കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്ക് ബേസിക്കലി കർവ്ഡ് ഡിസ്പ്ലേ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് തറയിൽ വീണങ്ങാണ് ഫോൺ പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ടച്ചോ ഡിസ്പ്ലേ മാറ്റാൻ തന്നെ 10-12,000 രൂപയെങ്കിലും ആവും. സോ അതുകൊണ്ട് തന്നെ കർവ്ഡ് ഡിസ്പ്ലേ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ എടുക്കേണ്ടതായിട്ടിരിക്കുന്നു. ആൻഡ് ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ രണ്ടെണ്ണത്തിൻ്റെ വ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റെനോ 9 പ്രോയുടെ ക്യാമറയുടെ ചുറ്റിനും നമുക്കൊരു റിങ് കാണാനായിട്ട് പറ്റും. ആ റിങ് നമുക്ക് തിളങ്ങുന്നതായിട്ട് ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു വെട്ടത്തിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് തിളങ്ങുന്നതായിട്ടിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. പിന്നെ തൊട്ട് സൈഡിലുള്ള ഫ്ലാഷ് ലൈറ്റ് മുകളിലായിട്ടാണ് നമ്മുടെ റെനോ 9 പ്രോയ്ക്ക് ഇരിക്കുന്നത്. ബട്ട് നമ്മുടെ താഴെ ഇരിക്കുന്ന ആ ഒരു സ്മാർട്ട് ഫോൺ, അതായത് ഓപ്പോയുടെ റെനോ 9 5G നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ താഴെയായിട്ടാണ് ഫ്ലാഷ് ലൈറ്റ് ഉള്ളത്. സോ ഈ രണ്ട് വ്യത്യാസങ്ങളാണ് ഈ രണ്ട് സ്മാർട്ട് ഫോൺസിന് വരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ഈ രണ്ട് ക്യാമറ ഡിസൈൻ നോക്കുകയാണെങ്കിലും വലിയ വ്യത്യാസമൊന്നും കൊടുത്തിട്ടില്ല. ഈ രണ്ട് സ്മാർട്ട് ഫോൺസിനും ഒരേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്യാമറയുടെ ചുറ്റിനുള്ള ലെൻസും അതോടൊപ്പം തന്നെ ഫ്ലാഷ് ലൈറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസങ്ങളാണ് ഈ രണ്ട് സ്മാർട്ട് ഫോൺസിനും രണ്ട് രീതിയിലുള്ള, അതായത് 9ഉം 9 പ്രോയും ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് രണ്ട് രീതിയിലാണ് ബ്രാൻഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഓപ്പോ റെനോ 9 പ്രോ പ്ലസ് ഉണ്ടെന്ന്. സോ അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു 9 5G ഒന്നും അതിൻ്റെ അടുത്ത് വരത്തില്ല. കാരണം അത് കുറച്ചുകൂടി ഒരു ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള എൻട്രി ലെവലൊന്നും അല്ല. ഇതിൻ്റെ കണക്ക് എൻട്രി ലെവലൊന്നും അല്ല, കുറച്ചൊരു ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണത്. സോ ഈ ഒരു റെനോ 9 5G നിങ്ങൾ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സോ അത് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ 2 ദിവസത്തിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനലിൻ്റെ അകത്ത്. മേ ബി ടുമാറോ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക, കാരണം അതിൻ്റെ ഒരു വീഡിയോയും കൂടെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെയും കൂടെ റിവ്യൂ ഞാൻ എൻ്റെ ആ ഒരു വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഡീറ്റെയിൽ വീഡിയോ, അതായത് റെനോ 9 5Gയുടെ. പിന്നെ റെനോ 9 പ്രോയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഈ ഒരു സ്മാർട്ട് ഫോൺ ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു സ്മാർട്ട് ഫോണാണ്. ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് കുറ്റമൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ വീഡിയോയിൽ ഇതിൻ്റെ കോൺസെപ്റ്റ് പറയുന്നതായിരിക്കും. എനിക്ക് റെനോ 9 5Gയെക്കാളും 9 പ്രോ പ്ലസിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടൊരു സ്മാർട്ട് ഫോണാണ് ഓപ്പോയുടെ ഈ ഇരിക്കുന്ന സ്മാർട്ട് ഫോൺ, അതായത് 9 പ്രോ എന്ന് പറയുന്ന ഡിവൈസ്. എനിക്ക് ആ ഒരു മാറ്റ് ഫിനിഷ് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. സോ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ ഒരു കർവ്ഡ് ഡിസ്പ്ലേ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. സോ എനിക്കത് രണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കിവിടെ ചെറിയൊരു ഡിഫറൻസ് തോന്നിയത്, അതായത് നമ്മുടെ ഈ ഒരു ഓപ്പോയുടെ റെനോ 9 പ്രോ ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് കളർ ഡിവൈസ്, അതിൻ്റെ ആ ഒരു പവർ ബട്ടൺ ഗ്രീൻ കളറാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. സൈഡ് ഭാഗത്ത് ആ ഒരു പവർ ബട്ടൺ ഗ്രീൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. എന്തിനാണെന്ന് എനിക്കറിയില്ല, കുറച്ചൊരു ഗ്രീനിഷ് ഷെയ്ഡ് അവിടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ സമ്മതിക്കാം, കാരണം എനിക്ക് കുറച്ചൊരു പേഴ്സണൽ ഫേവറേറ്റ് ഡിവൈസ് അതാണ്. സോ അതോടൊപ്പം തന്നെ അവിടെ ഒരു ഗ്രീൻ കളർ എന്താ പറയുക പവർ ബട്ടണും കൂടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്കത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ട് ആ ഒരു ഡിവൈസ് കാണാൻ തന്നെ. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെ കമ്പാരിസൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഫസ്റ്റ് ലുക്ക് റിവ്യൂ ആയിട്ട് മാത്രം കണ്ടെടുക്കുക, അല്ലാതെ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്ക് വീഡിയോ മാത്രമാണ് ഈ ഒരു 3 സ്മാർട്ട് ഫോൺസിൻ്റെയും.
സോ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു 3 സ്മാർട്ട് ഫോണും എന്തായാലും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. എൻ്റെ മെയിൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾക്ക് മെസ്സേജ് റിപ്ലൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് മെൻഷൻ ചെയ്താൽ മതി. സോ അവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. സോ ഞാൻ എൻ്റെ ഒരു ഒഫീഷ്യൽ അക്കൗണ്ടിൻ്റെ ബയോയിൽ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടും കൂടി കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാൻ വേണ്ടത് സൈനിങ് ഓഫ്. ബൈ.